ഹലോ, ഞാൻ പ്രതാപൻ. വീഡിയോയിൽ എക്സലിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സഹായിക്കപ്പെടുന്ന 3 കമാൻഡുകളെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന ഓപ്ഷനുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സൽ മറ്റുള്ള ആപ്ലിക്കേഷനെ പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് ലഭ്യമാകുന്ന ഒന്നല്ല. കാരണം നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നിരവധി കോളമായിട്ടും റോയായിട്ടുമൊക്കെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിനകത്താണ് ഇൻഫർമേഷൻസുകൾ കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. അതപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എപ്പോഴും പേജ് സെറ്റപ്പ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നമുക്ക് പ്രിൻ്റ് ഔട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 3 കമാൻഡുകളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുക്കാൻ തയ്യാറാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ കാണപ്പെടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേ അവസരത്തിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ സഹായത്തിലൂടെ പ്രിൻ്റ് എടുത്ത് പേപ്പറിൽ ശേഖരിക്കപ്പെടുന്ന ഇൻഫർമേഷൻസുകളെ അടക്കം ചെയ്യപ്പെടുന്നതിനെയാണ് ഹാർഡ് കോപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സലിൽ ഈ 3 കമാൻഡുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് എക്സൽ ആപ്ലിക്കേഷനിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ MS എക്സലിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പല പേജുകളായിട്ടാണ്, ഒന്നിൽ കൂടുതൽ പേജുകളിലായിരിക്കും ഇൻഫർമേഷൻസ് പ്രിൻ്റ് എടുത്ത് വരുന്നത്. അതിനെ നമുക്ക് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം കൂടെ അടക്കം ചെയ്ത് ഒറ്റ ഒരു ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക. അതേപോലെ തന്നെ ഡബിൾ സൈഡ് പ്രിൻ്റ് എടുക്കുക. അതിനെ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററിൽ ആ ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഡബിൾ സൈഡ് പ്രിൻറ്റിംഗ് പറ്റുള്ളൂ. ഒരേ സമയം നമ്മൾ പ്രിൻ്റ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 സൈഡിലുമായിട്ട് പ്രിൻ്റ് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് പേപ്പർ തിരിച്ചു വെക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ക്രമീകരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ വരുന്ന മിക്ക പ്രിൻ്ററുകളിൽ, സ്മാർട്ട് പ്രിൻ്ററുകളിലെല്ലാം ആ സംവിധാനം ലഭ്യമാണ്. എന്നാൽ നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന പല പ്രിൻ്ററുകളിലും ഒരു സൈഡ് പ്രിൻ്റ് എടുത്തതിന് ശേഷം ആ പേപ്പർ തിരിച്ച് നമ്മൾ വീണ്ടും പേപ്പർ പ്രിൻ്ററിനകത്ത് വെച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത് നമുക്ക് ബാക്ക് സൈഡിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സെയിം ടൈമിൽ തന്നെ നമുക്ക് 2 സൈഡ് പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ഈ പേജ് സെറ്റപ്പിലൂടെയും അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ കമാൻഡിലൂടെയും നമുക്ക് ലഭ്യമാകുന്നതാണ്. അവിടെ നമുക്ക് നോർമലി നമ്മളെ ഉപയോഗിക്കുന്ന MS എക്സലിൻ്റെ വെർഷനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ കണ്ട 3 കമാൻഡുകളും പേജ് സെറ്റപ്പും അതായത് പ്രിൻ്റ് ഏരിയയും പ്രിൻ്റ് നമ്മൾക്ക് പല മോഡിലായിരിക്കും നമ്മൾ കാണുന്നത്. പുതിയ വെർഷനിലാണെങ്കിൽ നമ്മൾ പഴയ ഉപയോഗിക്കപ്പെടുന്ന എക്സലിൻ്റെ മോഡിലായിരിക്കണമെന്നില്ല. പഴയ എക്സൽ ഉപയോഗിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും അറിയാം, നമുക്ക് ഈ പറയുന്ന പ്രിൻ്റും പേജ് സെറ്റപ്പും പ്രിൻ്റ് ഏരിയയും നമ്മൾ കാണാൻ കഴിയുന്ന ഫയൽ എന്ന് പറയുന്ന മെനുവിലാണ്. ഇവിടെ പക്ഷേ നമ്മൾക്ക് എപ്പോഴും പല ടാബുകളായിട്ട് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് ലേഔട്ട് എന്ന് പറയുന്ന ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന കമാൻഡ് പൂർണ്ണമായിട്ട് നമുക്കിവിടെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് 3 കമാൻഡൂടെ ഒന്നിച്ച് നമുക്ക് ഫയൽ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാണ്. അതിനകത്ത് ഫസ്റ്റ് കമാൻഡ് പേജ് സെറ്റപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിലാദ്യം വരുന്ന ടാബിനകത്തുള്ളത് പേജാണ്. അത് പേജിൻ്റെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത്, വിട്ട് കൂടിയ ഭാഗമാണോ വിട്ട് കുറഞ്ഞ രീതിയിലാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത്. പിന്നെയുള്ള തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളുടെ കണ്ടൻസിൻ്റെ അറേഞ്ച് ചെയ്തുകൊണ്ട് സൈസുകൾ നമുക്ക് കുറച്ചുകൊണ്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഒരു 5 പേജുള്ള ഒരു തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊരു 2 പേജായിട്ട് ചുരുക്കി നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടി വരിക, അതല്ലെങ്കിൽ 3 പേജായിട്ട് ചുരുക്കി എടുക്കുക. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതിലേറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഫിറ്റ് ടു എന്ന് പറയുന്നതാണ്. നിരവധി നമ്മളിപ്പോൾ തയ്യാറാക്കിയ എക്സലിനകത്ത് 20 പേജിലാണ് നോർമലി പ്രിൻ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്കത് 10 പേജായിട്ട് ചുരുക്കി പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ 2 പേജുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾക്ക്, എന്നാൽ അത് പ്രിൻ്റ് എടുക്കുമ്പോൾ ഒറ്റ പേജിലായിട്ട് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ടു എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. ഫസ്റ്റ് പേജ് നമ്പർ എവിടെ നിന്ന് തുടങ്ങണം, 1 2 3 4 എന്നാണ് തുടങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്തിരിക്കുക. അതല്ല നമ്മൾക്കൊരു നിശ്ചിത നമ്പറിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നുകിൽ 10 11 12 എന്നിങ്ങനെയാണ് ക്രിയേറ്റ് ആയി വരേണ്ടത്. സ്റ്റാർട്ടിംഗ് നമ്പർ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പേജ്. ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മാർജിനാണ്. നമ്മുടെ പേജിൻ്റെ മാർജിൻ ഏത് ഭാഗം വിട്ട് സ്പേസ് എത്രത്തോളം അറേഞ്ച് ചെയ്യണം, ടോപ്പ് അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ബോട്ടം, ഈ 3 ഭാഗം
അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന പേജിനുകൾക്ക് കോമൺ ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുന്നത് അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടമിലാണ് അത് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഫൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൽ. ഹെഡറിൻ്റെ പൊസിഷൻ എവിടെയാണെന്നും അതേപോലെ തന്നെ റൈറ്റിലെ മാർജിൻ എത്ര വിടണമെന്നും ടോപ്പിൽ എത്ര മാർജിനാണ് മാറ്റം വരുത്തേണ്ടത്, ലെഫ്റ്റിൽ എത്രയാണ് ബോട്ടം, അതേപോലെ തന്നെ ഫൂട്ടറിൻ്റെ പൊസിഷൻ എവിടെയാണ്. പിന്നെ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഹൊറിസോണ്ടലി നമുക്ക് സെൻട്രലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓണാക്കുക. വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം അവിടെ ആ സ്ക്രീനിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അടുത്തത് ഹെഡർ ആൻഡ് ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യുക. ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളിലെ എല്ലാ പേജുകളിലും കോമൺ ആയിട്ടുള്ള ഹെഡിങ് ക്രിയേറ്റ് ചെയ്തതും പേജ് നമ്പറോ ഡേറ്റ് ആൻഡ് ടൈമോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കപ്പെടുന്ന സംവിധാനത്തിനെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്നത്. അത് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റയർ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്കത് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നു. ഇപ്പോൾ പേജ് നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്പർ ചേഞ്ചസ് വരുന്നുണ്ട്. ഓട്ടോ ഇൻക്രീമെൻ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പേജ് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേജ് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡറിലാണെങ്കിൽ പേജിൻ്റെ ടോപ്പ് ഭാഗത്താണെങ്കിൽ ഹെഡർ യൂസ് ചെയ്യുക നിങ്ങൾ. അവിടെ നമ്മൾ എന്ത് രീതിയിലുള്ളതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ സെക്ഷൻ, റൈറ്റ് സെക്ഷൻ. പേജ് നമ്പർ ആണെങ്കിൽ പേജ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഏതാ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേജിൻ്റെ നമ്പർ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. അത് ഫൂട്ടറിലാണെങ്കിൽ ഫൂട്ടർ പറയുക. അതേപോലെ പേജ് നമ്പറിങ് ഓർഡർ പേജുകളിലോ ഈവൻ പേജുകളിലോ മാത്രമായിട്ട് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് പേജുകളിൽ മാത്രമായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. അതേപോലെ തന്നെ അലൈൻമെൻറ്റ് ക്രമീകരിക്കാൻ അതും ഇവിടെ നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഇത് ലഭ്യമാകുന്ന കമാൻഡ്. അടുത്തത് ഷീറ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, അപ്പോൾ പ്രിൻ്റ് ഏരിയ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു നിശ്ചിത പോർഷൻ മാത്രമാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഏരിയ ക്ലിക്ക് ചെയ്യുക. ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ മാത്രമേ നമുക്ക് പ്രിൻ്റ് ഔട്ട് വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് പ്രിൻ്റ് ഏരിയ. അതിനുവേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു കമാൻഡ് തന്നെ നമുക്ക് ലഭ്യമാണ്. അതും പേജ് സെറ്റപ്പിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. അടുത്തത് റോ ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്. എന്നാൽ നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ഹെഡിങ്സ് കോമൺ ആണ് എല്ലാ പേജുകൾക്കുള്ളിലും. പ്രിൻ്റ് എടുക്കുന്ന എല്ലാ പേജുകളിലും ഹെഡിങ് കോമൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റോ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റോ ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോളംസ് ടു റിപ്പീറ്റ് അറ്റ് ലെഫ്റ്റ്. ഇത് രണ്ടും ഏതെങ്കിലും തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളിൽ 20 പേജ് ഉണ്ടെങ്കിൽ 20 പേജിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള കോളം കോമൺ ആണെങ്കിൽ നമുക്ക് അത് പ്രിൻ്റ് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കിയാൽ മാത്രം മതിയാവും. അതിനുവേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ റോ ആണെങ്കിൽ റോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് അങ്ങനെയൊക്കെയുള്ള ആ റോ പൂർണ്ണമായിട്ടും എല്ലാ പേജുകളിലും പ്രിൻ്റ് ചെയ്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻഡിവിജ്വലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കമാൻഡാണ് ഇത്. അതേപോലെ തന്നെ അത് കോളമാണെങ്കിൽ കോളം നമ്മൾ സെറ്റ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമ്മൾ എന്തെങ്കിലും റിമാർക്സുകൾ കോളം സെല്ലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിമാർക്സുകളൂടെ പ്രിൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതേപോലെ തന്നെ ഗ്രിഡ് ലൈൻസുകൾ MS Excelൽ നമുക്കറിയാം നമ്മൾ കൊടുക്കാതെ തന്നെ അതിനകത്തൊരു ഗ്രിഡ് ലൈൻ വരുന്നുണ്ട്. അത് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻ ഓണാക്കി ഇടുക. അതായത് നമ്മൾ ബോർഡറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുത്ത് പ്രിൻ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, കളറിലാണ്. എന്നാൽ അത് നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അടുത്തത് ഡ്രാഫ്റ്റ് കോപ്പി. ഇപ്പോൾ നമ്മൾ ചിത്രങ്ങളും അതുപോലെ തന്നെ ഗ്രാഫുകൾ പോലെയുള്ള MS Excelലെ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി കിട്ടുക എന്ന് എടുത്ത് പ്രിൻ്റ് എടുക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രിൻ്ററിൻ്റെ ഇങ്ക് കുറച്ചെടുത്തുകൊണ്ട് കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്കണോമിക് മോഡിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതായത് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഇങ്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാതെ കുറച്ചൊരു ലോ ക്വാളിറ്റിയിലുള്ള പ്രിൻ്റ് എടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഡ്രാഫ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രോ ആൻഡ് കോളം ഹെഡിങ്സ്. ഇപ്പോൾ നമുക്കറിയാം MS Excelന് കോമൺ ആയിട്ട് റോയ്ക്ക് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, കോളത്തിന് ABC കൊടുത്തിട്ടുണ്ട്. ഇതൂടെ നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കുക. അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളിൽ എക്സലിൽ നമുക്കറിയാം 256 കോളംസും അതേപോലെ തന്നെ 65,000 മുകളിൽ റോകളുമുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും പേജുകളായിട്ട് മുറിഞ്ഞിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കും പേജുകൾക്ക് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പേജിൻ്റെ ഓർഡർ സെറ്റ് ചെയ്യുക. അത് ഡൗൺ ദെൻ ഓവർ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് പേജ് ബ്രേക്ക്, താഴോട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഒരു പേജ് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ഒരു 20-100 പേജ് ഉണ്ടെങ്കിൽ 100 പേജിനകത്ത് 50 പേജുകൾ, ആദ്യത്തെ 50 പേജുകൾ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നു, പേജുകളെ മുറിച്ചിരിക്കുന്നു. എന്നാൽ ബാക്കി വരുന്ന 51 മുതൽ 100 വരെയുള്ളത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഓർഡർ സെറ്റ് ചെയ്യാം. മുകളിൽ നിന്ന് താഴോട്ടുള്ളത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അടുത്തത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പ്രിൻ്റ് ചെയ്യണം. ആ രീതി, ഏത് രീതി വേണമെന്നുള്ളത് നമ്മൾ ക്രമീകരിക്കാം. ഓവർ ഡൗൺ ആണെങ്കിൽ ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള പേജുകളെല്ലാം പ്രിൻ്റ് ചെയ്തതിന് ശേഷമേ ഡൗൺ ഭാഗത്തേക്കുള്ളത് പോയി പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ 2 ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് പേജ് സെറ്റപ്പിൻ്റെ കമാൻഡുകൾ, ഓർത്തു വച്ചിരിക്കുക. അതിനോടൊപ്പം വരുന്ന മറ്റൊരു കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രിൻ്റ് ഏരിയയാണ്. നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം പ്രിൻ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. ആദ്യം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫയൽ മെനുവിൽ പോവുക, പ്രിൻ്റ് ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സെറ്റ് പ്രിൻ്റ് ഏരിയ പറഞ്ഞാൽ മതിയാവും. അപ്പം നമ്മൾ ആ സെലക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ മാത്രമേ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. എന്നാൽ അങ്ങനെയുള്ളത് പ്രിൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഏരിയ മാത്രമേ ഉള്ളൂ. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് പ്രിൻ്റ് ചെയ്ത് വരേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ക്ലിയർ പ്രിൻ്റ് ഏരിയ പറഞ്ഞതിന് ശേഷം പിന്നീട് പ്രിൻ്റ് പറഞ്ഞാലേ മുഴുവൻ പേജുകളും നമുക്ക് പ്രിൻ്റ് എടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോകേണ്ടത്. അവിടെ പോകുമ്പോൾ നമ്മൾക്ക് പുതിയ വെർഷൻ ആണെങ്കിൽ നമുക്കവിടെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. പ്രിവ്യൂ നോക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോർഷനിലുള്ളത് ഏത് പ്രിൻ്ററാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് പ്രിൻ്ററാണോ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രിൻ്റർ അവിടെ നമുക്ക് ലിസ്റ്റഡ് ആണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിലവിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പ്രിൻ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് പ്രിൻ്റർ വഴി നമ്മളത് പ്രിൻ്റർ പുതിയത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീസെറ്റ്സ് എന്ന് പറയുന്നത് ഡിഫാൾട്ടിൽ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് എന്താണോ അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഡിഫാൾട്ട് സെറ്റിങ്സിൽ തന്നെ എത്ര കോപ്പികൾ, ഒരു പേജിൻ്റെ തന്നെ 5 കോപ്പികൾ വീതമാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കോപ്പീസ് പറഞ്ഞു കൊടുക്കുക. ആൾ പേജസ്, നമ്മുടെ MS Excelലെ മൊത്തം പേജ് 20 പേജ് ഉണ്ടെങ്കിൽ 20 പേജായിട്ട് പ്രിൻ്റ് ചെയ്യുക. അതെല്ലാം നമുക്ക് റേഞ്ച് ഫ്രം പറയുക. ഇപ്പം നമ്മൾക്ക് 100 പേജുണ്ട്, എന്നാൽ നമ്മൾക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് 51 മുതൽ 75 വരെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ അത്രയും പേജുകൾ ഉണ്ടെങ്കിലേ നമ്മൾക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എനിക്കൊരു എറർ വന്നത്. ഞാനിവിടെ 51 സെലക്ട് ചെയ്യുമ്പോൾ എനിക്കവിടെ എറർ വന്നിട്ടുണ്ട്. ഇതാണ് വാല്യൂ ഫ്രം ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ കൈവശം ഒരു പേജ് മാത്രമേ ഉള്ളൂ പ്രിൻ്റ് എടുക്കാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെലക്ഷൻ നമുക്ക് പറയാം, സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയ മാത്രം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ പ്രിൻ്റർ കളർ പ്രിൻ്റർ ആണെങ്കിൽ കളറിൽ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓണാക്കി കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫാക്കിയാൽ മതി, അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നാൽ നമ്മൾ പേജ് സെറ്റപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡബിൾ സൈഡഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് പേപ്പറിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരേ സമയം നമുക്ക് പ്രിൻ്റ് എടുക്കണം. പക്ഷേങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററിൽ ആ ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ മാത്രമേ സെയിം ടൈമിൽ നമ്മൾ പേപ്പർ തിരിച്ചു വെക്കാതെ തന്നെ ബാക്ക് സൈഡിലും പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അങ്ങനെയുള്ള പ്രിൻ്ററിനെ ഡ്യൂപ്ലെക്സ് പ്രിൻ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ പേപ്പറിൻ്റെ സൈസ്, പിന്നെ പ്രിൻ്റ് ചെയ്യേണ്ടത് ആക്റ്റീവ് ഷീറ്റാണോ നമ്മുടെ MS Excelൻ്റെ ഫയൽ കംപ്ലീറ്റഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം MS Excelൽ നിരവധി പേജുകളുണ്ട്, നമ്മുടെ ബുക്കുകൾ, നോട്ട് ബുക്കുകൾ പോലെ. അപ്പം നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പം അങ്ങനെയുള്ളത് സെറ്റ് ചെയ്യുക, മാർജിനുകൾ സെറ്റ് ചെയ്യുക, ഓറിയൻറ്റേഷൻ എന്താ അതെല്ലാം നമ്മൾ പേജ് സെറ്റപ്പിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ നമ്മൾ പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട് പ്രിൻ്റ് കമാൻഡ് അമർത്തിയാൽ മതി. എന്നാൽ ഇവിടുന്ന് തന്നെ MS Excelൽ നിന്ന് തന്നെ എക്സലിനെ നമുക്ക് PDF ഫയലായിട്ട് ഉപയോഗിക്കാം. PDF എന്താണെന്ന് വെച്ചാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ ഫുൾ ഫോം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളെ ഫയൽ സൈസ് ചെറുതാക്കിക്കൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട്. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റിനെയാണ് PDF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാം. MS Excelൽ പുതിയ പതിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും.
അതിനുശേഷം ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ.